ചെറുപ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നതാണ് ഇന്ന് പലരും നേരിടുന്ന പ്രധാന പ്രശ്നം. മുടി നരയ്ക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. പലരുടെയും ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്നതാണ് അകാല നര. പാരമ്പര്യമായിട്ടും അതുപോലെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ, അന്തരീക്ഷ മലിനീകരണം ഇവയൊക്കെ മുടി പെട്ടെന്ന് തന്നെ നരയ്ക്കുന്നതിനൊരു കാരണമായി മാറിയിട്ടുണ്ട്. അകാല നര തടഞ്ഞ മുടി എങ്ങനെ നല്ല കറുപ്പാക്കി വളർത്തിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്, പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോൾ സൈഡിൽ കൂടെ എയർ പോയിട്ട് വിസിൽ വരാതിരിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കേട്ടോ ഇത്. ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ വാഷർ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇതിനിടയിൽ എന്തെങ്കിലും പറ്റിയിരിപ്പുണ്ടെങ്കിലും എയർ സൈഡിൽ കൂടെ പോകുന്നതാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ വാഷർ ഇതുപോലെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് യൂസ് ചെയ്യുമ്പോൾ എയർ ഒട്ടും തന്നെ സൈഡിൽ കൂടെ പോകുന്നതല്ല, പെട്ടെന്ന് തന്നെ വിസിൽ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുമാണ് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം എയർ ഫുള്ളായിട്ട് പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ വാഷറിൽ ഇതുപോലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക, അതിന് ശേഷം വെക്കുക. കുക്കർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അടുത്ത ടിപ്പിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അരമുറി നാരങ്ങാ നീരും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ച് നാരങ്ങാ നീരും ഇഞ്ചിയുടെ ഒക്കെ അളവ് കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് വെള്ളത്തിലേക്ക് എല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. രാവിലെ ഒരു ഗ്ലാസ് വെച്ച് കുടിക്കുകയാണെങ്കിൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അടുത്ത ടിപ്പ്, ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്തൊരു സ്മെല്ല് വരാറുണ്ടല്ലേ, ആ സ്മെല്ല് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഇതുപോലെ ഒരു വഴനയില എടുത്തിട്ട് അതൊന്ന് കത്തിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു പുക അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്തെടുത്തിരുന്നാൽ മതി. ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ് കേട്ടോ. സ്കൂളൊക്കെ അടയ്ക്കാറായില്ല, അപ്പോൾ ഇതുപോലെ ബോട്ടിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ ഈ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ടിപ്പ്, ഇതുപോലെയുള്ള കവർ മടക്കി വെക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത്. ഇതുപോലെയുള്ള കവറുകൾ മടക്കി വെക്കുമ്പോൾ അതിൻ്റെ ഹാങ്ങിങ് ഒരു സൈഡ് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡും ഇതുപോലെ ഈക്വലായിട്ട് സൈഡിലേക്ക് മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം താഴെ ഭാഗത്തുനിന്ന് ഒന്ന് മേളിലോട്ട് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം മേളിലുള്ള ഭാഗത്തേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. ഇപ്പോൾ കബോർഡിലൊക്കെ വെക്കുകയാണെങ്കിലും ഒരുപാട് സ്പേസ് ഒന്നും വേണ്ടി വരില്ല. നമ്മൾ ഇതുപോലെ മടക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകാനും പറ്റുന്നതാണ്. ഇതുപോലെ മടക്കി വരുമ്പോൾ ഇതുകൊണ്ട് ഹാങ്ങിങ് ബാഗ് പോലെ ഇത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഹാങ് ചെയ്യുന്നതിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് ലാഭിക്കാൻ പറ്റും. ഏത് കവറും നമുക്ക് ഇതുപോലെ മടക്കി എടുത്ത് വെക്കാവുന്നതാണ്. അപ്പം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നാരങ്ങ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ശേഷം ബാക്കി വന്ന നാരങ്ങ മുറി നമുക്ക് കേടാകാതെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ വെച്ചിരിക്കുകയാണെങ്കിൽ 3-4 ദിവസത്തേന് നാരങ്ങ മുറി ഒട്ടും തന്നെ കേടാകാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്ത ടിപ്പിനായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 4-5 തുള്ളി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മുടി ഫ്രിസി ആയിട്ട് കിടക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷാമ്പു ആണ്. ഏത് ഷാമ്പു ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഷാമ്പു തേക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. അകാല നര തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു കൂട്ട്. അതായത് ഷാമ്പു നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറമൊക്കെ നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെ അകാല നര കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊരു കുറച്ചെങ്കിലും ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കാത്തവർ ഇപ്പോൾ ആരും തന്നെ കാണുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷാമ്പു തേക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം, ഒന്നല്ലെങ്കിൽ നല്ല കുഴിച്ച കഞ്ഞിവെള്ളം എടുക്കുക, അല്ലെങ്കിൽ സാധാ കഞ്ഞിവെള്ളം എടുത്തിരുന്നാലും മതി. അതുപോലെ തന്നെ അരി കഴുകുന്ന വെള്ളം ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. സാധാരണ ഷാമ്പു ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ മുടി ഇങ്ങനെ പറന്ന് ഫ്രിസി ആയിട്ട് കിടക്കുന്നത് കാണാറുണ്ട്. കഞ്ഞിവെള്ളത്തിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നില്ല. നല്ല സ്മൂത്തായിട്ട് മുടി കിടക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിനായിട്ടും കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കോഫി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കഞ്ഞിവെള്ളം മുടിയുടെ ആരോഗ്യം ബലപ്പെടുത്താനും അതുപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ കാപ്പിപ്പൊടി മുടിവേരുകളെ ബലപ്പെടുത്തുകയും താരന്റെ ശല്യം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കളറ് നിലനിർത്താനും അകാലനര തടയുന്നതിനും കാപ്പിപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു മിശ്രിതം തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് 10-20 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്യുമ്പോൾ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിക്കുക, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുത്താലും മതി. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ അകാലനര കൊണ്ടുള്ള ബുദ്ധിമുട്ട് നല്ലപോലെ മാറിക്കിട്ടുന്നതാണ്. ഇത് ഞാൻ പറയുന്നത് അകാലനരയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, അല്ലാതെ കൂടുതലായിട്ട് നരച്ചവർക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ കട്ടി ഇല്ലാത്ത മുടിയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രം വെച്ച് യൂസ് ചെയ്യുക. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ടിപ്പിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.